ഭാഗവതം എന്നുള്ളത് ഭക്തി ശാസ്ത്രം എന്ന് പറയാം. ഭാഗവതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, കലികാലത്ത് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ഓരോരോ ദുഃഖങ്ങൾക്കും കാരണം നമ്മളുടെ അജ്ഞതയാണ്. യഥാർത്ഥത്തിൽ ആ അജ്ഞതയെ മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഭാഗവതം എന്നുള്ളൊരു ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളം പുരാണങ്ങൾ, ഉപനിഷത്തുക്കൾ ഒക്കെ രചിച്ചിട്ടും വേദവ്യാസ മഹർഷിക്ക് ഉണ്ടായതായിട്ടുള്ള വ്യാകുലതയെ മാറ്റുവാൻ വേണ്ടിയിട്ട് ശ്രീനാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ചെയ്തതായിട്ടുള്ള ഒരു കൃതിയാണ് ശ്രീമദ് ഭാഗവതം. ഇന്ന് നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വര സങ്കല്പം എന്താണെന്നുള്ളത് വ്യക്തമല്ല, അല്ലേ? ഈശ്വരൻ എന്നുള്ള ഒരു ഭാവത്തെ നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഭാഗവതം തുടക്കം മുതൽ തന്നെ, തുടക്കത്തിൽ ആദ്യത്തെ ശ്ലോകം ജന്മാദ്യസ്യ ത്വന്വയാതിതരതശ്ചാർദ്ധേഷു അഭിജ്ഞസ്വരാൾ എന്നുള്ള ആദ്യത്തെ ശ്ലോകത്തിൽ കൂടെ തന്നെ ആദ്യം എന്താണ് ഭാഗവതം എന്നുള്ളത് കാണിച്ചു തരികയാണ്. ഈ ഒരു ഈശ്വര സങ്കല്പത്തെ പിന്നീട് ഓരോരോ പ്രകരണങ്ങളിലൂടെയും മനുഷ്യ മനസ്സുകളിലേക്ക് അത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഇന്ന് മറ്റ് വിഭാഗക്കാരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഈശ്വരൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പൊതുവായിട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന്. പക്ഷെ ഇനിയിപ്പോൾ അടുത്ത തലമുറ, ഇന്ന് നേരത്തെ സുനിൽജി പറഞ്ഞതുപോലെ തന്നെ അടുത്ത തലമുറയിൽ ഒരു ഉറപ്പായിട്ടുള്ളൊരു ഉത്തരം എന്തായാലും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം സ്പീഡാണ് അവർക്കൊന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിസ്തരിച്ച് ഈ പുരാണങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവരെ എത്തിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ബൗദ്ധികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു തലമുറയിലേക്ക് നമുക്ക് യുക്തി ചിന്തയിലൂടെ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവരത് അംഗീകരിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ. ഇപ്പം ഈശ്വരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയും ഞങ്ങളുടെ ഈശ്വരൻ കൃഷ്ണനാണ്, ചിലർ പറയും അല്ല ശിവനാണ്, ഭഗവതിയാണ് ഞങ്ങളുടെ ഈശ്വരൻ. അപ്പൊ ആകെ കൺഫ്യൂഷനായി, അല്ലേ? നമ്മളുടെ ഇടയിൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ, ആരാ ഈശ്വരൻ? മറ്റവർക്ക് സംശയമില്ല, അല്ലേ? മറ്റവർക്ക് രണ്ടുപേർക്കും സംശയമില്ല. അപ്പൊ ഈ ഈശ്വരൻ ആരാണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കലാണ് എന്തിൻ്റെ ഉദ്ദേശം? ഭാഗവതത്തിന്റെ ഉദ്ദേശം. അപ്പൊ എങ്ങനെയാ അത് എത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയാണ്, പരമമായിട്ടുള്ള സത്യമാണ് ഈശ്വരൻ എന്ന് പറയാണ്. അപ്പം ഈ കാണുന്നതായിട്ടുള്ള രൂപങ്ങളിലോ അല്ലെങ്കിൽ പ്രതിമകളിലോ ഒക്കെ നമ്മൾ പ്രതിഷ്ഠിച്ചതായിട്ടുള്ള ആ ഒരു ബുദ്ധിമോശത്തെ തിരുത്തലാണ് യഥാർത്ഥത്തിൽ ഭാഗവതം, അല്ലേ? നമുക്കൊക്കെ ക്ഷേത്രത്തില് ആ ശ്രീലാകത്ത് ഉള്ളിലിരിക്കുന്ന, അല്ലേ, ഭഗവാൻ ഇപ്പതാ ശ്രീലാകം അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇപ്പൊ ഭഗവാൻ ഒന്നും കാണുന്നില്ല എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ, എന്നിട്ട് അപ്പുറത്തെ വശത്ത് പറയും എല്ലായിടത്തും ഭഗവാനാട്ടോ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആരാ? ഭഗവാനാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ക്ഷേത്രനട അടച്ചാൽ പ്രശ്നമായി. ഈ ഒരു സംശയമാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ദുഃഖത്തിന് കാരണം. ഇപ്പൊ ഇതാണോ കാരണം ദുഃഖത്തിന്? തീർച്ചയായിട്ടും യഥാർത്ഥമായിട്ടുള്ള ഈശ്വര സങ്കല്പത്തെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് പലതും കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ പിൻഫലങ്ങളാണ് പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ. പിന്നെ അതിൻ്റെ ഭാവിയിൽ വരുന്നതായിട്ടുള്ള ഓരോ ഫലങ്ങളാണ് നമുക്ക് ദുഃഖമായിട്ട് പിന്നീട് അത് വന്നു ചേരുന്നത്. അപ്പൊ എന്തായി ശരിക്കും യഥാർത്ഥത്തിലുള്ള അജ്ഞതയാണ് എന്നർത്ഥം. അപ്പൊ അതിൽ ഉപരിയായിക്കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും
കർമ്മങ്ങളിൽ 3 രീതിയിലുള്ള കർമ്മങ്ങൾ നമുക്ക് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരത്തെ കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങൾ മനോവാക് കർമ്മങ്ങൾ എന്ന് പറയും. ഇപ്പൊ ഈ കർമ്മങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ശുദ്ധതയാണ് ഈശ്വരൻ എന്ന് ഭഗവത് നമുക്ക് കാണിച്ചു തരികയാണ് ആദ്യത്തെ ശ്ലോകത്തിലൂടെ. ഇപ്പൊ തിരുമേനി തുടക്കം അങ്ങോട്ട് പറയുകയാണോ? ഇപ്പൊ തിരുമേനിയുടെ വിഷയം കാളിയമർദ്ദനമല്ലേ? അതെ, തീർച്ചയായിട്ടും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പ്രഥമ സ്കന്ധത്തിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോരുകയാണ്. പ്രഥമ സ്കന്ധത്തിലെ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഈ ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ദശമത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ദശമം എന്നുള്ളൊരു സ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ നിരോധം എന്നുള്ളതാണ്. നിരോധം, ചിത്തവൃത്തി നിരോധ. എന്താണ് നിരോധം? നിരോധിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതായിട്ടുള്ള സംശയങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുക. അതാണ് അവിടെ സംശയങ്ങളുടെയൊക്കെ നമ്മളുടെയൊക്കെ ഈ സംശയങ്ങൾക്ക് കാരണം യഥാർത്ഥത്തിൽ ഈ ഈശ്വര സങ്കല്പം നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആ പരമമായിട്ടുള്ള സത്യമാണ് ഈശ്വരൻ എന്ന് നമുക്ക് ഉറപ്പിക്കുമ്പോൾ മാത്രമേ ഈ കഥകളുടെ താത്വികമായിട്ടുള്ള വശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പറയും, ഭക്തിയാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വത തതോമാം തത്വതോ ജ്ഞാത്വ വിശത്തെ തദനന്തരം. ഭഗവാൻ 18ാമത്തെ അധ്യായത്തിൽ ഗീതയിൽ പറയും ഭക്തി കൊണ്ട് മാത്രമേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഭക്തി എന്താണെന്നുള്ളത് നമ്മൾ ഇനി മനസ്സിലാക്കണം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തില്? ഇന്ന് നമ്മൾ ഭക്തി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പല രൂപങ്ങൾ ഒക്കെ നമ്മളുടെ മനസ്സിലേക്ക് അങ്ങ് വരികയാണ്. കാവ്യ ധരിക്കുക, ഭസ്മം തൊടുക, ചന്ദനം തൊടുക, രുദ്രാക്ഷമാല അണിയുക, രാവിലെ ദിവസവും നേരത്തെ കുളിച്ച് അമ്പലത്തിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ചട്ടക്കൂടുകൾ ഈ ഭക്തിക്ക് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പൊളിച്ചു മാറ്റണം. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്ന മനോമാലിന്യങ്ങൾ എല്ലാം മാറിക്കൊണ്ട് നമ്മളുടെ കർമ്മത്തെ നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരമാണ് ഭക്തി എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുള്ള വികാരം? ശുദ്ധമായിട്ടുള്ളൊരു മനോഭാവം. ആ ഭക്തിക്ക് നിദാനമായിട്ടുള്ള അനുഭൂതിയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്രോതസ്സാണ് ഈശ്വരൻ. അപ്പം ക്ഷേത്രം, അതുപോലെ സത്സംഗങ്ങൾ, ഇതൊന്നും വേണ്ടേന്ന് ചോദിക്കാം അല്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ? അതൊക്കെ ഉപാധികളാണ്. ഈ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഒരു ശുദ്ധഭാവത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഉപാധികളാണ് ഈ സത്സംഗങ്ങൾ. ഈ സത്സംഗങ്ങളിലൂടെയും ക്ഷേത്ര ആരാധനകളിലൂടെയും തീർത്ഥാടനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഈശ്വര തത്വത്തെ, അല്ലെങ്കിൽ ഈ ഈശ്വര ഭാവത്തെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള യാതൊരുവിധ കാപട്യവും കൂടാതെ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവം നമ്മളുടെ ഉള്ളിൽ എപ്പോഴാണോ ജനിക്കുന്നത്, അപ്പോഴാണ് ഭക്തി നമുക്കുണ്ടായി എന്ന് പറയാൻ സാധിക്കുന്നത്. ഭക്തി ഉണ്ടായാൽ ഭക്തനായി, ഭക്തനായാൽ ഈശ്വരനായി. ഭക്തനും ഈശ്വരനായിട്ട് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അവിടെ യഥാർത്ഥമായിട്ടുള്ളൊരു ഭക്തനിലേക്ക് എത്തലാണ് യഥാർത്ഥത്തിൽ ഈശ്വരനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. മുക്തി എന്ന് പറയുന്നതൊക്കെ അത് തന്നെയാണ്. ഈ ഒരു നിസ്സംഗ ഭാവത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. സുഖവും ദുഃഖവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എത്തണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ എല്ലാ മാലിന്യങ്ങളെയും നമ്മൾ അത് ഇല്ലാണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ ഭാഗവതം കാണിച്ചു തരുന്നതായിട്ടുള്ള ഭക്തി. പിന്നെ വേറൊരു രീതിയിൽ പറയാം, ഭക്തി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലൊക്കെ വിഭക്തി എന്നുള്ളതുണ്ട്. വിഭക്തി എന്ന് പറഞ്ഞാൽ കാരകങ്ങൾ എന്ന് പറയും. 7 രീതിയിലുള്ള വിഭക്തി. നമ്മളൊരു ദിവസം നമ്മൾ ഞാൻ എന്നുള്ളൊരു ഭാഷ എത്രയോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നു യഥാർത്ഥത്തിൽ. എന്നാൽ ഈ ഒരു ഞാൻ ആരാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഈ ഞാൻ എന്നുള്ളത് ഈ കാണുന്നതായിട്ടുള്ള ശരീരമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശ്വര സങ്കല്പത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. 7 വിഭക്തികൾ പറയും. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി തുടങ്ങിയിട്ടുള്ള 7 വിഭക്തികൾ. അപ്പം അതില് ഞാൻ, എന്നെ, എന്നാൽ, എനിക്ക് വേണ്ടി, എന്നിൽ നിന്നും, പിന്നെ എൻ്റെ, എന്നിലേക്ക്, എനിക്ക്, ഇങ്ങനെയുള്ള ഈ 7 ഭാവത്തിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു 7 കാര്യങ്ങളും കൂടിയാണ് നമ്മളുടെ എല്ലാ സംഭാഷണങ്ങളും.
അപ്പൊ ഈ ഞാൻ എന്നുള്ള ഇടത്ത് ആ ഞാൻ എടുത്ത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഭക്തി അവിടെ ഇതായി. അതായത് വിഭക്തിയുടെ എന്താണ് നശീകരണമാണ് ഭക്തി എന്ന് പറയും. ഈ വിഭക്തികള് ഈ പറഞ്ഞതുപോലെ ഈ വിഭക്തികള് ഞാൻ എന്നുള്ളൊരു അഹം ആവാം വയം, അഹം എന്നുള്ളൊരു ശബ്ദം എടുത്തു കഴിഞ്ഞാല് ആ എന്നെ കൊണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചു പറയുന്നത് മുഴുവൻ അതെല്ലാം എന്തായി കൃഷ്ണനെ കൊണ്ട് എന്നുള്ള രീതിയിൽ ആക്കുക. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈക സുരക്ഷിതോഹമസകൃ കൃഷ്ണായ തുഭ്യം നമാ. ആ മേൽപ്പത്തൂര് ഒരിക്കലും ഒരു സംശയം തോന്നി ഈ ഒരു ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു 7 വികാരങ്ങളാണ് നമ്മളുടെ ഉള്ളിൽ കളിക്കുന്നത്. നമ്മൾ ഈ ഒരു 7 വികാരങ്ങൾക്ക് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് മുഴുവൻ എന്താണ്? നമ്മളുടെ ഈ എന്താണ് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്, അല്ലെ? നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാണ് ഓരോന്നും ചെയ്യുന്നത് പറയുമ്പോഴേക്കും ഈ കാണുന്ന ശരീരം അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ടാണ് പലതും നടത്തുന്നതെന്നുള്ളൊരു ഈ ഒരു അഹം മമ എന്നുള്ളൊരു ഭാവം, ആ ഭാവം നമ്മളിലേക്ക് വരുമ്പോഴാണ് അതിന് ദുഃഖങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പൊ എന്തായി മേൽപ്പത്തൂർ വിചാരിച്ചു ഇതെല്ലാം എന്ത് ചെയ്യണം? ഇതെല്ലാം കൃഷ്ണനെ ഏൽപ്പിക്കുക. ആ ഒരൊറ്റ ശ്ലോകത്തില് 7 വിഭക്തികളാണ് അവിടെ പറഞ്ഞത്. കൃഷ്ണനെ കൊണ്ട് കൃഷ്ണനിലേക്ക് എന്നുള്ള രീതിയിലേക്ക് അതങ്ങ് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും യഥാർത്ഥമായിട്ടുള്ള ആ അചഞ്ചലമായിട്ടുള്ള ഭക്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖത്തിനൊക്കെ കാരണം ഈ ഒരു ഞാൻ എന്നുള്ളൊരു ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്നത് കൊണ്ട് മാത്രമാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ് യഥാർത്ഥത്തില്? ഇതെല്ലാം നിയന്ത്രിക്കുന്നതൊക്കെ ഈശ്വര ഒരു ഊർജം, ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി അതിനെ സ്വീകരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ ഒരു രീതി നോക്കിയാൽ മതി, നമുക്ക് പറ്റുന്നുണ്ടോ എന്തെങ്കിലും മാറ്റാൻ. നമ്മൾ രക്ഷകർത്താവ് എന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ അല്ലെ ഗംഭീരമായിട്ടൊക്കെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു രക്ഷകർത്തൃത്വം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമുക്ക് നേരിട്ട് നമുക്കറിയാം മാറ്റങ്ങൾക്കൊക്കെ കാരണം അതിന്റെ പുറകിലുള്ള ഒരു ശക്തി ഉണ്ട്. ആ ശക്തിയാണ് യഥാർത്ഥത്തില് ആ ഒരു ഉണ്മയെ, ആ ഒരു ഉള്ളതിനെയായിട്ടുള്ള ആ ഈശ്വരനെ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തില് ഭാഗവതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഭാഗവതത്തിന്റെ ദശമ സ്കന്ധ ലീലകളിലേക്ക് ഇപ്പൊ പോന്നിരിക്കുന്നു. ദശമത്തിന്റെ ലീലയില് നിരോധം എന്നാണ്, ചിത്തവൃത്തി നിരോധ. ഭഗവാന്റെ കഥകള് കേട്ട് 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 നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാണ്ടാക്കുക. അവതാരങ്ങള് ഓരോരോ അവതാരങ്ങൾ പറഞ്ഞ് അവസാനം കൃഷ്ണാവതാരം, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, എല്ലാം കൊണ്ടും എല്ലാ കലകളോടും കൂടി ഭഗവാൻ പൂർണ്ണമായിട്ട് അവതരിച്ച ഒരു അവതാരമാണ് കൃഷ്ണാവതാരം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങൾ? ശരിക്ക് ഭഗവാന്റെ അവതാരങ്ങളുടെ ഉദ്ദേശം എന്താണ്? ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ്. ധർമ്മത്തെ നിലനിർത്തുന്ന എപ്പോഴാണ്? ധർമ്മം അറിയാതെ വരുന്ന സമയത്ത് ജനങ്ങളിലേക്ക് ബോധവാന്മാരാക്കുമ്പോൾ ആ സമയത്ത് ഓരോരോ വേഷങ്ങൾ ഭഗവാൻ അവിടെ സ്വീകരിക്കുന്നു, അല്ലേ? നരസിംഹമായിട്ടും വരാഹമായിട്ടും ഒക്കെ നമ്മളുടെ ഉള്ളിലുള്ള സംശയങ്ങളെ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ച അസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. അപ്പൊ മനുഷ്യന് യഥാർത്ഥത്തിൽ അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ തന്നെ തുടങ്ങുകയായി സംശയങ്ങൾ, ധാരാളം സംശയങ്ങളാണ്. സംശയങ്ങൾ ഇല്ലാത്ത ആൾക്കാരില്ല, അല്ലേ? എന്തുകൊണ്ടാണ് ഈ സംശയം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, യഥാർത്ഥമായിട്ടുള്ള ഈശ്വര തത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ അതാത് രൂപത്തിലേക്ക് ആ ആവശ്യത്തിന് വേണ്ടായിട്ട് വരും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണാവതാരം എന്നുള്ളതും അല്ലെങ്കിൽ രാമാവതാരം, പരശുരാമാവതാരം തുടങ്ങിയതായിട്ടുള്ള മനുഷ്യരൂപത്തിലൂടെ ഉള്ള ഭഗവാന്റെ അവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾക്ക് പറഞ്ഞു തരണമെങ്കിൽ എന്തായിരിക്കണം? നമ്മളെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ നമ്മളുടെ പച്ചയായിട്ടുള്ള മനുഷ്യന്റെ വേഷത്തിലൂടെ ഇറങ്ങി വന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നു ഭഗവാൻ. കൃഷ്ണനായിക്കൊണ്ട് അവിടെ, അതുപോലെ രാമനായിക്കൊണ്ട് വന്നപ്പോ അവിടെ എങ്ങനെയാണ് ഒരു ധർമാധർമ്മങ്ങളെ നോക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തന്നു. എങ്കിൽ പോലും അത് നമുക്ക് അത്രയും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അതിനും ഉപരിയായിക്കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണാവതാരം. അത് അവസാനം കൃഷ്ണാവതാരമാണ് അവിടെ അവസാനിക്കുന്നത്. ശരിക്കും ഇപ്പൊ കൃഷ്ണാവതാരത്തിലൂടെ എന്താ കാണിച്ചു തരുന്നത്? യഥാർത്ഥത്തില് കൃഷ്ണന്റെ തത്വം എന്താണ്? യഥാർത്ഥത്തില് ഭഗവാന്റെ ആ ഒരു പുഞ്ചിരിയാണ്, അല്ലെ? തൂമന്ദഹാസം.
എന്ത് പ്രശ്നങ്ങളുണ്ടായാലും തുടക്കം മുതൽ തന്നെ ഭഗവാൻ എന്താണ്? അത്ഭുതം തമത്ഭുതം ബാലകമംബുജക്ഷണം. ശ്രീരാമസ്വാമിക്ക് എന്താണ് തുടക്കമൊന്നും അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ എന്താണ് രാജ്യഭാരത്തിലേക്ക് എന്നപ്പം ശ്രീരാമേന്ദ്ര സ്വാമിക്കല്ല കുഴപ്പം, പിന്നെ എന്താണ് കേട്ടു നിൽക്കുന്നവർക്കാണ് കുഴപ്പം. ഇന്നുമുണ്ട് അല്ലേ? ശ്രീരാമേന്ദ്രസ്വാമി അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമുക്കാ ബുദ്ധിമുട്ട്. രാമേന്ദ്രസ്വാമി കാട്ടിലേക്ക് പോയപ്പോഴും അവിടെ എന്താണ് എല്ലാ ധർമ്മത്തെയും നോക്കുവാൻ വേണ്ടി ഈ രാജ്യം ഭരിച്ചുകൊണ്ട് ഇവിടെ വെറുതെ തൻ്റെ ഉള്ള ജീവിതം നശിപ്പിക്കുന്നതിൽ പരം എത്രയോ വലിയൊരു കാര്യമാണ് കൈകേയി അമ്മ എനിക്ക് ചെയ്തു തന്നെന്നുള്ളൊരു അല്ലെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് വ്യചരത് അനുവനെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമേന്ദ്രസ്വാമി പോയത്. അപ്പൊ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സാഹചര്യങ്ങളെയും അനുകൂല സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. അതാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തിയുടെ വഴി. അതാണ് ഇപ്പൊ ഇന്ന് നമുക്ക് പല രീതിയിലുള്ള തട്ടുകളും അല്ലെ തരംതിരിക്കലുമാണ് ശരിക്കും. ഇന്നവരൊക്കെ അല്ലെ ഇന്ന ആൾക്കാര്, ഇന്നവരൊക്കെ ഇന്ന ആൾക്കാര്, ഇങ്ങനെ ഒരു രീതിയിലേക്ക് തരംതിരിക്കൽ ഇല്ല എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള വേദം പോലും നമുക്ക് കാണിച്ചു തരുന്നതാണ്. വേദം പോലും നമുക്ക് പറയുന്നത് ഒന്നിനെയും എന്താണ് ഒഴിവാക്കാനില്ല. സത്തായാലും അസത്തായാലും അത് ഈശ്വരൻ തന്നെ, ഗുണമായാലും അഗുണമായാലും ഈശ്വരൻ തന്നെ. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ ലീലകൾ, നിരോധം എന്നുള്ള ലീലയിലൂടെ ചിത്തവൃത്തി നിരോധ. അപ്പൊ ഭഗവാന്റെ കഥകളിലൂടെ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? കഥകള് ധാരാളം നമുക്ക് മനസ്സിലായി അല്ലേ? നിത്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തില് സത്സംഗങ്ങളിലൂടെയും സപ്താഹങ്ങളിലൂടെയും ഒക്കെ പലരും പറയുന്നുണ്ട് ഭാഗവതം പഠിക്കാൻ പറ്റുന്നു. അവിടെ ചെന്ന് നല്ല പ്രഭാഷണമായിരുന്നു കേട്ടോ, പഠിക്കാൻ പറ്റുന്നു. യഥാർത്ഥത്തിൽ എന്താ ഈ സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ കുറച്ച് സമയം, ഈ കിട്ടുന്ന സമയം നമുക്ക് നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും മറന്ന് കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദ അനുഭൂതി. അതുകൊണ്ടാണല്ലോ നമ്മൾ എത്രയോ സപ്താഹങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും 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 നമ്മൾ അടുത്ത സപ്താഹ രംഗങ്ങളിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കേട്ടാൽ പോരെ? എത്രയോ യൂട്യൂബ് ചാനലുകളുണ്ട് അല്ലേ? എത്രയോ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കുണ്ട്. വീട്ടിൽ കിടന്നുകൊണ്ട് നമുക്ക് കേൾക്കാൻ വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് കുറച്ചു നേരത്തേക്ക് ഇത് നമ്മൾ ആസ്വദിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ആ സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ചിത്തവൃത്തി നിരോധ. ഭഗവത് കഥകളിലൂടെ, ഇപ്പൊ ഭഗവത് കഥ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും വിചാരിക്കും ഭാഗവതം പറയുക, അല്ലെങ്കിൽ നാരായണീയം പറയുക, രാമായണം പറയുക. അതല്ല. ഭഗവത് കഥ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വേറൊന്നുമില്ല. മനുഷ്യ മനസ്സിന്റെ ശുദ്ധഭാവത്തെ ഉടലെടുക്കുന്നതായിട്ടുള്ള ഏത് സാഹചര്യങ്ങളെയും ഏത് വാക്കുകളെയും നമുക്ക് നാമങ്ങളായിട്ട് അതിനെ സ്വീകരിക്കാം. നമ്മളുടെ ഒരു സുഹൃത്തിനെ നമ്മൾ വിളിച്ചു നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ഭാവം ശുദ്ധമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു സത്സംഗമാണത്. തീർച്ചയായിട്ടും അതൊരു സത്സംഗമാണ്. അപ്പൊ ആ ഒരു സത്സംഗത്തിന്റെ ഉദ്ദേശവും കുറച്ചു നേരമെങ്കിലും, ഒരു നിമിഷമെങ്കിലും നമുക്ക് ഈ ഒരു ഭക്തി എന്നുള്ളൊരു അഭിനിവേശം നമ്മളുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഏത് സത്രമായിക്കോട്ടെ സപ്താഹമായിക്കോട്ടെ ഭക്തി കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ. ഒരു നിമിഷം നമുക്ക് അല്ലെ ഈ മനസ്സ് മറ്റൊന്നിലേക്കും പോകാതെ ഒന്നിലേക്ക് തന്നെ നമുക്ക് ഏകാഗ്രമായിട്ട് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് എത്ര പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? നമുക്ക് ഒരു നിമിഷം നമുക്ക് പറ്റുമോ? കാലം നമുക്ക് എന്താണ് ഭൂതകാലത്തിലോ ഭാവി കാലത്തെയോ വിട്ടിട്ട് ഈ വർത്തമാന കാലത്തിൽ നമ്മുടെ ഈ ബുദ്ധിയും ഇന്ദ്രിയങ്ങളെയും മുഴുവൻ നമുക്ക് കൊണ്ടുവരിക്കാൻ സാധിക്കണം അല്ലെ? ഇവിടെ ഇപ്പോൾ ഒരു 10-200 പേരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ 200 പേരും പൂർണ്ണമായിട്ടും ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നാണോ ഈ ആചാര്യൻ വിചാരിക്കേണ്ടത്? ആണോ? കുറച്ചു പേരൊക്കെ പരിചയമുള്ള മുഖങ്ങളുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം യഥാർത്ഥത്തില് നമുക്ക് ആ കാലത്തിരിക്കാൻ സാധിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ എപ്പം നമ്മളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതാണ് ഭക്തി. അല്ലാതെ നമ്മൾ വേറെ അതിനൊരു വേഷഭൂഷാദികളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ നിറഞ്ഞതായിട്ടുള്ള യാതൊരുവിധ കാപട്യവുമില്ലാതെ സുതാര്യമായിട്ടുള്ള കേന്ദ്രീകരണമാണ്, മനസ്സിന്റെ ഭാവമാണ് യഥാർത്ഥത്തിൽ ഭക്തി. നമ്മൾ തെറ്റിദ്ധരിക്കരുതെന്നർത്ഥം. ഇന്ന് ഭക്തി എന്ന് പറയുമ്പോഴേക്കും സത്സംഗം, ക്ഷേത്രം ഇതൊക്കെ തന്നെയാണ് ഭക്തി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. അതാണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശിവനാണെന്നോ വിഷ്ണു ആണെന്നോ ഭഗവതിയാണെന്നോ ഒന്നും മൂർത്തി ഭേദമില്ലാതെ പരമമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ഭാവമാണ് ഭക്തി, അല്ലെങ്കിൽ ആ ഈശ്വരൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് നമുക്ക് അതിനെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതാ പ്രശ്നം. നമ്മൾ ഇവിടെയൊക്കെ വന്ന സാത്രം 9 ദിവസം രാവിലെ 9 മണിക്ക് തുടങ്ങി
പൂർണ്ണ നേരം അല്ലെ കണ്ണടയ്ക്കാതെ ഇമ വെട്ടാതെ ഞാൻ കേട്ടോണ്ടിരുന്ന തിരുമേനിയാണോ ഞങ്ങളോട് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗവതത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലുമുള്ള കർമ്മങ്ങളിലുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ഭാവം നമുക്ക് എവിടുന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈശ്വര സങ്കല്പത്തെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കുട്ടിയായിട്ടുള്ളവരെ മുതൽ അല്ലെ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ ഭക്തന്മാര് നമുക്ക് ഭാഗവതം തന്നെ എത്രയോ കാണിച്ചു തരുന്നു അല്ലെ. ഭക്തിയാതുതോഷ ഗജയൂഥപായ, ഗജേന്ദ്രൻ അല്ലെ, മനുഷ്യനാണൊന്നുമില്ല ഭക്തനാണെങ്കിൽ എത്ര 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 ഭക്തന്മാരെ നമുക്ക് കാണിച്ചിരുന്നു. പിന്നെ അസുരബാലനായിട്ടുള്ള പ്രഹ്ലാദൻ ദാ ഭക്തനായിരിക്കുന്നു. ഇനി ദരിദ്രനായിട്ടുള്ളവർക്ക് ഭക്തി പറഞ്ഞിട്ടില്ലേ? അവിടെ സുധാമാവ്, ദരിദ്രന്മാർക്ക് മാത്രമേ ഭക്തിയുള്ളൂ, പണക്കാർക്കൊന്നും ഭക്തിയില്ല. പണക്കാർക്കും ഉണ്ട്. ആരാണ്? അംബരീഷരിതം അല്ലെ, ഋഷഭൻ, വേണ്ട പരീക്ഷിത് മഹാരാജാവ് എത്രയോ ചക്രവർത്തി പദത്തിലേക്ക് എത്തിയ ആളാണ്. ശത്രുക്കൾ പോലും വന്ന് നമസ്കരിക്കണം അവരുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ട്. അത്ര കണ്ട് ഉയർന്ന പദവിയിലിരുന്ന ആ പരീക്ഷിത് മഹാരാജാവിനെ എല്ലാം വിട്ടുകൊണ്ട് ഇതിലേക്ക് പോരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ എവിടെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആ ഒരു ഭാവം, ഭക്തി എന്നുള്ളൊരു ഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്തായാലും ഇവിടെ കാളിയന്റെ കഥയിലേക്കും നമ്മൾ കടക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. വൃന്ദാവനം എന്നുള്ളൊരു ലീലയിലേക്ക് ആരംഭിച്ചു. ഓരോരോ രംഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരങ്ങൾ ഇതാണ്. അമ്പാടി ലീലയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് എത്തി. പശുക്കളെയൊക്കെ മറച്ചു വെച്ചതായിട്ടുള്ള ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് ഒന്ന് വിചാരിച്ചു ഭഗവാനെ ഒന്ന് പരീക്ഷിക്കുക എന്നുള്ള രീതിയിൽ. ഭഗവാന്റെ പരീക്ഷണം അല്ല യഥാർത്ഥത്തിൽ, ബ്രഹ്മാവ് അവിടെ പരീക്ഷിക്കുകയല്ല യഥാർത്ഥത്തിൽ. നമ്മളൊക്കെ അമ്മമാരോട് ചിലപ്പോൾ നമ്മൾ അല്ലെ പലതും ചില കുസൃതികളൊക്കെ കാണിച്ചുകൊണ്ട് അല്ലെ അമ്മമാരോട് മത്സരിക്കാൻ നമ്മൾ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യം കൊണ്ടാണ്. കാരണം ഈ ഒരു ബ്രഹ്മാവ് തന്നെയാണ് ആദി കവയെ അല്ലെ ആദ്യം ഉപദേശിച്ചു കൊടുത്താരാണ് ഈ ഒരു ഈശ്വരഭാവത്തെ പറഞ്ഞു കൊടുത്ത ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ആരാ ഈശ്വരൻ എന്നുള്ളത്. ആ ഭക്തന്മാരുടെ ലിസ്റ്റിലും ഉണ്ട് അല്ലെ. ഇപ്പൊ ഇന്ന് കഥകൾ കേൾക്കുമ്പോഴേക്കും ബ്രഹ്മാവിനൊന്നും പറ്റിയിട്ടില്ല യഥാർത്ഥത്തിൽ. പക്ഷേ അമ്മയോട് ചെറിയ ചെറിയ ചില കളികളൊക്കെ നമ്മൾ കളിക്കുമ്പോൾ അതുപോലെ ഭഗവാനോടൊന്ന് കാണിച്ചു, ഒന്ന് ചെയ്തു എന്ന് മാത്രം. അവിടെ എന്നിട്ട് സ്തുതിയിൽ പറയുന്നുണ്ടോ, ഉക്ഷേപണം ഗർഭഗതാ. ഹേ ഗുരുവായൂരപ്പ, ഈ ചെയ്തതായിട്ടുള്ള അടിയന്റെ ഈ ലീലകളൊക്കെ അമ്മ എങ്ങനെയാണോ വയറ്റില് കിടക്കുന്ന സമയത്ത് കുട്ടികൾ ചവിട്ടുമ്പോ അമ്മയ്ക്കുണ്ടാകുന്നതായിട്ടുള്ള വികാരം, അല്ലെങ്കിൽ അമ്മയെ ആ വേദന പോലും അമ്മ സുഖമായിട്ട് അതിനെ സ്വീകരിക്കുന്നതോടെ അല്ലെ, ആ ഒരു വാത്സല്യം. അപ്പൊ ആ ഒരു വാത്സല്യത്തോടുകൂടി, ആ മാതൃവാത്സല്യത്തോടുകൂടി എങ്ങനെയാണോ കുട്ടികളെ സംരക്ഷിക്കുന്നത്, വീണ്ടും അവരെ എടുത്ത് അല്ലെ താലോലിക്കാനും ഉമ്മ ചെയ്യാനും ഉള്ള ആ ഒരു സ്നേഹം കൊടുക്കുന്നത് പോലെ അല്ലേ ഗുരുവായൂരപ്പ, ഞാൻ ഈ ചെയ്തതിന്റെ ഒക്കെ പ്രതികാരമായിട്ട് അങ്ങ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നമസ്കരിക്കുന്നത്. പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിടംബേസി ഭൂതലേ. പ്രപഞ്ചത്തിനൊക്കെ ഉപരിയായിക്കൊണ്ട് നിഷ്പ്രപഞ്ചമായിട്ടുള്ള അവിടുത്തെ ഒരു ലീലയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ. അവിടുന്നല്ലേ ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഇതെല്ലാം ചെയ്യിച്ചതിന്റെ കാരണക്കാരനും അവിടുന്ന് തന്നെയാണ്. അവിടുത്തെ പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഓരോ സമയത്തും നമ്മളുടെ ഉള്ളില് ചെറിയ നിമിഷം മതി. ഇത് നമ്മൾ ഈ ഭാവം മാറാൻ ചെറിയൊരു നിമിഷം മതി. നമുക്കിത് ഉറപ്പിച്ച് നിർത്താൻ സാധിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഉള്ളിൽ പല കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഏറ്റെടുക്കലാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രശ്നം അല്ലേ. അച്ഛൻ്റെ കാര്യം, അമ്മയുടെ കാര്യം, പിന്നെ മക്കളുടെ കാര്യം, അയലൊക്കത്തെ ഭാസ്കരൻ ചേട്ടൻ്റെ കാര്യം, പോസ്റ്റ്മാൻ, എത്രയോ ആൾക്കാരാ ഒരു ദിവസം നമ്മളുടെ അല്ലേ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇതൊക്കെ നമ്മളങ്ങോട്ട് ഏറ്റെടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം എന്താണ്? അപ്പൊ ഇതെല്ലാം എന്നെ സംബന്ധിച്ചതാണെന്നുള്ളൊരു ഈ ഞാൻ എന്നുള്ളൊരു ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഫലം മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ ദുഃഖങ്ങളും അല്ലെങ്കിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറിയിട്ട് സമയം ഉണ്ടാകില്ല. എന്നും പ്രശ്നങ്ങളാ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ ദിവസവും ഒന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നോക്കിയിട്ട് രാത്രി കിടക്കാൻ നേരത്തെ ഒരു പേപ്പർ എഴുതി നോക്കുക. ഇന്നത്തെ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരൊറ്റ കാര്യം പോലും നമുക്ക് വേണ്ടിയിട്ട് ദുഃഖിക്കുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അവിടെ. സകല പ്രശ്നങ്ങളും ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ഒന്നെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട്, ഭാര്യമാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള ദുഃഖമാണ് അനുഭവിക്കുന്നത്. എന്തിനീ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു? അതാണ് ഭാഗവതം ചോദിക്കുന്നത്. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ഈശ്വരൻ എന്നുള്ളൊരു സത്യമായിട്ടുള്ള ഒരു വസ്തു ഉണ്ട് എങ്കിൽ അത് നമുക്ക് ഉറപ്പിച്ചറിയുകയും ചെയ്യാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്താണ്?
ആ ഒരു ശക്തിയാണ് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ നിന്നിരിക്കുന്നത്. എന്തേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മതിലിന് വെളിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അത് ഉറപ്പിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് തന്നെയാണ് ഇവിടെയും. ഇവിടെ ലീലകൾ ഓരോന്നും പറഞ്ഞു വന്ന് വൃന്ദാവനത്തെ വർണ്ണിക്കുന്നു. അവിടെ ഇപ്പൊ ഇത്രയും നേരവും ആ ഗോപന്മാര് ഭഗവാന്റെ കൂടെ നടക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ വത്സസ്ഥേയം എന്നുള്ള രീതിയിൽ ബ്രഹ്മാവിന്റെ ലീലകളെ ഒക്കെ ഭഗവാൻ വേണ്ട രീതിയിൽ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണനാണ് കേമം. രാമേട്ടൻ്റെ ഒരു സ്ഥാനം കൊടുത്തില്ല എന്നൊരു തോന്നല് കൃഷ്ണന്. ഇപ്പൊ എന്ത് ചെയ്തു? ഗോപന്മാരോട് പറഞ്ഞു, എൻ്റെ ഏട്ടനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഏട്ടനെ, കാരണം എന്താണ്, ഈ ഏട്ടൻ എന്ന് പറയുമ്പോൾ സ്ഥാനം, ഒന്നാം സ്ഥാനം ഏട്ടനാണ്, ബലരാമേട്ടനാണ്. അപ്പൊ അവിടെ ആ ബലരാമേട്ടനെ കുറിച്ചൊക്കെ ഗോപന്മാരോട് പറഞ്ഞു കൊടുത്തു. ബലരാമേട്ടന്റെ കേമത്വമൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തു. അതുപോലെ നൃത്യതോ ഗായതക്വാഭിവൽഗതോ യുദ്ധ്യതോ മിഥ ഗൃഹീതഹസ്തോ ഗോപാലാൻ ഹസന്തോ പ്രശംസതു. അവിടെ കളിച്ച് എല്ലാവരും കൂടി നൃത്തം ചെയ്ത് പാട്ടുപാടിക്കൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ആ ബലരാമൻ എന്ത് ചെയ്തു? ഗോപന്മാരെ വിളിച്ചു. ഇത്രയും നേരം നിങ്ങൾ കൃഷ്ണന്റെ അടുത്തിരിക്കണം, ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ, എല്ലാവർക്കും കൃഷ്ണനാണ് വലുത് എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ബലരാമേട്ടന് പരാതി ഇല്ല കേട്ടോ. അതിനി അതും മനസ്സിലാക്കുക. ബലരാമേട്ടന് പരാതിയില്ല. ബലരാമേട്ടനും അവർ പറയുന്ന പോലെ തന്നെ ആ കൂട്ടത്തിൽ തന്നെ ഇരിക്കും. പക്ഷേ കൃഷ്ണൻ അങ്ങനെയല്ല, ഏട്ടനെ ഒന്ന് ഉയർത്തി കാണിക്കണം. അതാണ് യഥാർത്ഥത്തിലെ ഈശ്വര ഭാവം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൃഷ്ണനിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ കഥാപാത്രത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആ കൃഷ്ണന്റെ പ്രവർത്തികളിൽ നിന്നും എന്താണോ ഉണ്ടാകുന്നത് ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് വേണ്ടത്. ഇപ്പൊ കൃഷ്ണൻ ഇവിടെ തമത്ഭുതം ബാലകം അംബുജേക്ഷണം എന്നുള്ള രീതിയിൽ പല അത്ഭുത ലീലകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും നമ്മളെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷെ ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ഒരു ഭാവത്തിലേക്ക്, എന്താണ്, ആ ഒരു ശുദ്ധ ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ ശ്രമിക്കാം. അപ്പോ എനിക്ക് ഇതൊക്കെ സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് ഭഗവാൻ ഏത് അവതാരത്തിലാണ് വന്ന? യഥാർത്ഥത്തില് ഈ ഒരു മനുഷ്യ വേഷം തന്നെ ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഒരു മനുഷ്യന് ചെയ്യാവുന്നതേ അവിടെ ഭഗവാൻ ചെയ്യുന്നുള്ളൂ അവിടെ. കാരണം എന്തുകൊണ്ടാണ്? മനുഷ്യന് ചെയ്യാവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാൻ സാധിക്കണം. കാരണം ഈ മനുഷ്യനായിട്ട് വന്നപ്പോ ഈ ഒരു ശരീരത്തെ സ്വീകരിച്ചാൽ ഇത്രയും ചെയ്യും എന്നുള്ളത് അതിൻ്റെ ഒരു ധർമ്മമാണ്, അല്ലേ? മനുഷ്യൻ ആയിട്ട് ആണെങ്കിൽ ഇത്രയും ചെയ്യാൻ സാധിക്കും. പിന്നെ എന്തേ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത്? നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത പറഞ്ഞാൽ നമുക്ക് അത്ര കണ്ട് ആ ഒരു നിസ്സംഗഭാവത്തിലേക്ക് എത്തിയിട്ടില്ല. നിസ്സംഗഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല. ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള രീതിയേയല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ബുദ്ധിയെയും ശക്തിയെയും ഒക്കെ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കാം. മറ്റ് വിഷയങ്ങൾ, ഇതാണ് ദശമത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം തന്നെ, അതാണ് നിരോധിക്കുക. മറ്റു വിഷയങ്ങളെയൊക്കെ നിരോധിച്ചുകൊണ്ട് ഒരു വസ്തുവിലേക്ക് തന്നെ നമുക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കണം. അത് ഭഗവാന് സാധിക്കുന്നു, അല്ലേ? മജീഷ്യൻ ചെയ്യുന്ന എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ? നമ്മളുടെയൊക്കെ കണ്ണ് കിട്ടുന്നത് എങ്ങനെയാണ്? അവരുടെ സ്പീഡാണ്, അവരുടെ കോൺസെൻട്രേഷൻ ആണ് ശരിക്കും യഥാർത്ഥത്തിൽ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യന് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഭഗവാൻ അവിടെ ചെയ്യുന്നുള്ളൂ യഥാർത്ഥത്തിൽ. എന്തായാലും അങ്ങനെയുള്ള ആ ഗോപന്മാരുടെ കൂടെ നടക്കുന്ന ആ രാമേട്ടൻ നേരെ ആ ഗോപന്മാരെയൊക്കെ വിളിച്ചവിടെ ഇരുത്തി ആ ഗോപന്മാരുടെ മടിയിൽ അങ്ങനെ തലവെച്ച് അങ്ങോട്ട് കിടന്നു കുറച്ചു നേരം. ആ സമയത്ത് കൃഷ്ണൻ അവിടെ ചെന്ന് ആ ഭഗവാന്റെ കാല് ബലരാമസ്വാമിയുടെ കാല് തടവിക്കൊണ്ടും ഒക്കെ ഗോപന്മാരോട് പറയും, പാടുകയും നൃത്തം വെക്കുകയും അതുപോലെ തന്നെ പരസ്പരം ദ്വന്ദ്വയുദ്ധങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആ രാമന്റെ കേമത്വത്തെയൊക്കെ അവിടെ വിസ്തരിച്ച് അവിടെ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഗോപന്മാര് പറഞ്ഞു, ധേനുകൻ എന്നു പേരായിട്ടുള്ള ഒരു അസുരൻ കരിമ്പനക്കാട്ട് മുഴുവൻ താൻ സ്വായത്തമാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു മനുഷ്യൻ എന്നുള്ളതല്ല, ഒരു മൃഗങ്ങളെയോ പക്ഷികളെ പോലും അങ്ങോട്ട് അടുപ്പിക്കുകയല്ല. കൃഷ്ണൻ പോകേണ്ട സ്ഥലമായി. ഇപ്പൊ ആരാ ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്? അധർമ്മം ചേക്കേറുന്നതായിട്ടുള്ള ഏതൊരു അവസരങ്ങളിലും ചെന്ന് അതിനെ ഇല്ലാണ്ടാക്കി ധർമ്മബോധത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഈ കൃഷ്ണൻ എന്നുള്ളൊരു ഭാവം. നമുക്ക് ഈ മയിൽപീലി ഒക്കെ വെച്ച് നടക്കുന്ന കൃഷ്ണനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ, അല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് അവിടെ? യഥാർത്ഥത്തിൽ ഈ ഒരു ഭാവത്തിലേക്ക് എത്തലാണ് അവിടെ. ആ കരിമ്പനയിലുള്ള പഴങ്ങൾ അത് കഴിക്കുവാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരായിട്ടുള്ള പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ഈ ഗോപന്മാരായിട്ടുള്ള എല്ലാവർക്കും അത് സാഹചര്യമാണ്. അതെല്ലാം സ്വായത്തമാക്കി വെക്കുന്നതായിട്ടുള്ള ആ ഒരു അഹങ്കാരത്തെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു
ഭാവം ഉണ്ടാക്കിയെടുക്കുക. അവിടെയാണ് യഥാർത്ഥത്തിലെ കൃഷ്ണൻ. അതിപ്പോ കൃഷ്ണനാവാം, ബലരാമനാകാം, ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ. എന്തായാലും കൃഷ്ണൻ രാമേട്ടനോട് പറഞ്ഞു, രാമേട്ട ആ ധേനുകനെ നിഗ്രഹിച്ചുകൊണ്ട് ആ കരിമ്പന കാട്ടിലോട്ട് അങ്ങ് കയറിക്കൊള്ളാൻ പറഞ്ഞു. രാമേട്ടന് സംശയമൊന്നും തോന്നിയില്ല. കൃഷ്ണൻ പറഞ്ഞതിനപ്പം ആ കരിമ്പന കാട്ടിലേക്ക് അങ്ങ് കയറി പഴങ്ങള് എടുക്കുവാൻ വേണ്ടിയിട്ട് എന്താ കരിമ്പനെ അങ്ങോട്ട് പിടിച്ച് കുലുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ധേനുവിന് ഇത് അറിയുന്നത്. അവനൊരു അസുര വേഷത്തിലുള്ള ആ ഒരു കഴുതയുടെ വേഷത്തില് ചാടി ഇങ്ങോട്ട് വന്ന് ഇതാ ആ ബലരാമന്റെ നേരെ വന്നതോടുകൂടി 2-4 കാലും കൂടി അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് ഒന്ന് ചുഴറ്റി ഒരു ഏറെറിഞ്ഞു. ആ ധേനുകാസുരനെ നിഗ്രഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവിടെ കാളിന്തിയില് വിഷബാധ അവിടെ ബാധിച്ചു. അത്യുഗ്രമായിട്ടുള്ള വെയിലിന്റെ ചൂടേറ്റ് ദാഹിച്ച് ഇരിക്കുന്നതായിട്ടുള്ള ഗോപന്മാര് പശുക്കളെയും കൂട്ടിക്കൊണ്ട് യമുനയുടെ തീരത്തുകൂടെ നടക്കുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത ക്ഷീണം അനുഭവിക്കുന്നു. ധാരാളം പക്ഷികൾ പോലും ഈ കാളിന്തിയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോഴേക്കും അവരൊക്കെ എന്തായി നേരെ വലഞ്ഞ് അതിലേക്ക് ചത്തു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പൊ യഥാർത്ഥത്തിൽ താൻ മാത്രം നാഥനായിട്ടുള്ള അവരുടെ ഈ ഒരു അവസ്ഥ കണ്ട് എല്ലാവർക്കും, യോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ഇതിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ച് അന്ന് അനന്തന്റെ ഭാവത്തിലുള്ള ആ രാമേട്ടനെ കൂടെ കൂട്ടാതെ കാളിന്തിയിലേക്കുള്ള യാത്ര. കാരണം രാമേട്ടനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൻ്റെ ആൾക്കാരാണ് അവിടെ മുഴുവൻ, പാതാളവാസത്തിലുള്ളവരാണ് അവിടെ ആ കാളിന്തിയിൽ ഇപ്പം കാളിയനായിട്ട് നിൽക്കുന്നതും ഒക്കെ. ഇപ്പൊ അനന്തൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വർഗസ്നേഹം തോന്നിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഏട്ടനോട് പതുക്കെ പറയാതെ ആ കാളിന്തിയിലേക്ക് പോയി. അവിടെ ചെന്ന് അളികളും നല്ല കിളികളും പാറി കളിക്കാതെ കാണും കളിന്തജയിലെ വിളി കൊണ്ട് സർപ്പച്ചെളിക്കുണ്ടിൽ വക്കിൻ ഒളിഞ്ഞു നീ പോയി കളിക്കല്ലമ്മ പ്രതിദിനമോതുന്ന തീനെയും മറന്ന തിഞ്ചെന്നു കണ്ണൻ കുതിച്ചു ചാടിനാർ. അവിടെ പറഞ്ഞു, കാളിയ നീ ചെയ്യുന്നതായിട്ടുള്ള അധർമ്മത്തെ അല്ലെങ്കിൽ അഹങ്കാരത്തെ നീ അറിയുന്നില്ല എന്താണെന്നുള്ളത്. നേരെ ആ കടമ്പിന്റെ വൃക്ഷത്തിലേക്ക് അങ്ങോട്ട് പിടിച്ച് ചാടി കയറി അവിടുന്ന് ആ കാളിയന്റെ നേരെ താഴോട്ടങ്ങ് എടുത്തങ്ങ് ചാടി ഈ അഖിലാണ്ട ബ്രഹ്മം മുഴുവൻ കുക്ഷിയിൽ ഒതുക്കിയതായിട്ടുള്ള ആ ഒരു ഭാരം കാളിന്തിയിലേക്ക് വന്ന് വീണതോടുകൂടി അതിലെ തിരമാലകൾ കുതിച്ചു പൊങ്ങി. കാളിയൻ അത്ഭുതപ്പെട്ടു. കാളിന്തിയിലേക്ക് എത്തിയതായിട്ടുള്ള ഈ ഒരു ശബ്ദം കേട്ടതോടുകൂടി എല്ലാവരും പേടിച്ചു. ആരാണ് തൻ്റെ കാളിന്തിയിലേക്ക് കാലുകുത്തിയതെന്നുള്ളൊരു ഭാവത്തില് ആ കാളിയൻ ഇതാ ഉയർന്നിങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തായി, ഒരു കൊച്ചു കുഞ്ഞ് കാളിയമർദ്ദനം നടക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ വയസ്സ് 8 വയസ്സാണ്. 8 വയസ്സായിട്ടുള്ള ഒരു ഉണ്ണി വരുന്നു. അയാളെ ഇപ്പൊ ശരിയാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ അവിടെ കാളിയൻ കണ്ടതോടുകൂടി കാളിയന് പോലും എന്താണ് ഭഗവാനോടുള്ള ഒരു ശ്രീവത്സപീതവസനം സ്മിത സുന്ദരാസ്യം ക്രീഡന്തം അപ്രതിഭയം കമലോദരാംഘ്രിം സന്ദശ്യമർമ്മസുരുഷ ഭുജയാചാദ. നോക്കി കഴിയുമ്പോഴത്തേക്കും ഭഗവാന്റെ ഓരോരോ മർമ്മസ്ഥാനങ്ങളിലേക്ക് അങ്ങോട്ട് വരിഞ്ഞു മുറുക്കി ആ തൻ്റെ വാലുകളെ കൊണ്ട് ആലിംഗനം ചെയ്തു എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ. കാരണം എന്താണ്, ആ ഒരു സുന്ദര മുഖം തൻ്റെ എല്ലാ ദുഃഖങ്ങളെയും തീർക്കുന്നതായിട്ടുള്ള ആ ഒരു മന്ദഹാസം കണ്ടതോടുകൂടി ഇനി ഒട്ടും താമസിച്ചില്ല യഥാർത്ഥത്തിൽ. കാളിയനങ്ങോട്ട് ചേർത്തങ്ങോട്ട് പിടിച്ച് അങ്ങ് വരികി മുറുകി അങ്ങോട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഗോപന്മാര് ഈ ശബ്ദം, ഇവിടെ കാളിന്തിയിലെ ശബ്ദം കേട്ടതോടുകൂടി ഗോപന്മാരൊക്കെ എല്ലാവരെയും ഗോപികമാരെയും ഒക്കെ വിളിച്ചു വരുത്തി എല്ലാവരും ആ യമുനയുടെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണി ഈ പറഞ്ഞ പോലെ കാളിയന്റെ ആ പാമ്പിന്റെ ചുറ്റിൽ അങ്ങനെ കിടക്കുന്നു, ഞെങ്ങി വരിഞ്ഞു കിടക്കുന്നു. യശോദയ്ക്ക് ആകെ വിഷമമായി. ഉണ്ണിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായി. എന്തായാലും അമ്മയ്ക്ക് പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃ, ഏത് രീതിയിലും നിങ്ങൾക്ക് എന്നെ കാണാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പുത്രഭാവത്തിലൂടെ മാത്രമേ യശോദാമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ആ മായയെ എപ്പോഴും ഭഗവാൻ ഏതേതൊക്കെ ലീലകളിലും പല സമയത്തും അവിടെ താൻ ബ്രഹ്മമാണെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും യശോദാമ്മയ്ക്ക് എന്താണ്,
ഉണ്ണിക്ക് എന്താ പറ്റിയത്, ഉണ്ണിക്ക് എന്തെങ്കിലും അപകടം വരുമോ എന്നുള്ളൊരു ആ അമ്മയുടെ ഒരു വിഷമം മാറ്റുവാൻ വേണ്ടി ഭഗവാൻ ഇത് ചെയ്തു, തൻ്റെ ആ വിശ്വരൂപത്തെ അങ്ങോട്ട് ഉയർത്താൻ തുടങ്ങി. അങ്ങനെ വിശ്വരൂപം വളർത്തി വന്നതോടുകൂടി ആ കാളിയൻ അങ്ങ് ഞെരുങ്ങി 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 തൻ്റെ സകല പ്രാണനെയും വലിക്കുന്നതായിട്ടുള്ള ഒരു വേദനയിലേക്ക് വന്ന് ഇപ്പോ ആ കാളിയനിൽ നിന്നും ഭഗവാൻ വേറിട്ടു. നേരെ കാളിയൻ എന്ത് ചെയ്തു, തൻ്റെ പത്തികളെ ഉയർത്തിക്കൊണ്ട് വന്നു എന്ന് പറയാണ്. പത്തികളെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരോ കാളിയന്റെ ആ പത്തികൾ ഉയരുമ്പോഴേക്കും ഭഗവാൻ ഓരോ പാദങ്ങൾ അവിടെ ചവിട്ടി കൊടുക്കും. ഇങ്ങനെ അവിടെ ആ ഭഗവാൻ ഒരു നൃത്തം തന്നെ അവിടെ നടത്തി എന്ന് പറയുന്ന അഖില കലയുടെയും ഗുരുനാഥനായിട്ടുള്ള ആ ഭഗവാൻ ഗംഭീരമായിട്ടുള്ള ഏവം പരിഭ്രമഗതൗജസമുന്നതാം സമാനമ്യതൽ പൃഥുശിരസുരുസുധിരൂഢാദ്യ തൽമൂർധരത്ന നികര സ്പരിശാദിതാമ്രപാദാംബുജോഖിലകലാദി ഗുരുന്നനർത്ത. യഥാർത്ഥത്തില് കാളിയൻ ഇപ്പം ഭഗവാനെ അങ്ങോട്ട് ഇതെല്ലാം തീർത്തേക്കാം എന്നുള്ള രീതിയിൽ ഓരോരോ ഭണങ്ങള് ഉയർത്തിക്കൊണ്ടുവരും. ശതശീർഷം 100 തലകളാണെന്ന് പറയുന്നത്. 100 വായും 100 തലകളും. ആ വായിലുള്ള ആ എന്താണ് രണ്ടായിട്ട് നിൽക്കുന്ന നാക്കുകൾ പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഭഗവാന്റെ നേരെ ചീറ്റാൻ വേണ്ടങ്ങ് തുടങ്ങും. ഓരോ ചീറ്റലിലും ഉണ്ടാകുന്നതായിട്ടുള്ള വിഷവീര്യങ്ങളെ മുഴുവൻ ഭഗവാൻ എന്ത് ചെയ്യും, തൻ്റെ ആ പാദങ്ങളെ കൊണ്ട് കടിച്ച് അമർത്തി അവിടെ നിർത്തും. അതൊന്നും പുറത്തേക്ക് പോകാതെ അത് അവിടെ തന്നെ പിടിച്ചു. അങ്ങനെ ഓരോ ഭണങ്ങളിലേക്കും ഭഗവാൻ ആ തൻ്റെ പാദസ്പർശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു നൃത്തം തന്നെ അവിടെ ചെയ്തു എന്ന് പറയാണ്. അവിടുന്ന് തുടങ്ങി ഇല്ലേ നമ്മളുടെ ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള ഭരതനാട്യങ്ങളും മോഹിനിയാട്ടത്തിന്റെ ഒക്കെ സ്റ്റെപ്പ് അല്ലെ. ഗുരുനാഥൻ യഥാർത്ഥത്തിൽ ആരാണ്? ഈ കാളിയന്റെ പുറത്ത് ആടി തുടങ്ങിയപ്പോഴാണ് അല്ലെ. ഓരോ സ്റ്റെപ്പിലും അല്ലെ ഒരു പത്തിയിലേക്ക് അങ്ങോട്ട് വിട്ടും അടുത്ത പത്തി അങ്ങോട്ട് വിടും. അപ്പം ധി ത ത ധി ത ത ഇങ്ങനെ ഓരോരോ താളങ്ങള്, ശ്രുതി, ലയം, നാട്യം, നൃത്യം എന്നൊക്കെ പറയുന്നതൊക്കെ ശ്രുതി വേണം, താളം വേണം, ലയം വേണം. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നൃത്തമാവുന്നത് അവിടെ. അപ്പൊ ഈ ഒരു നൃത്തഭാവത്തിന്റെ ഏതിൻ്റെയും അപ്പൊ എന്തായി ഇതെല്ലാത്തിൻ്റെയും ഗുരുനാഥനായിക്കൊണ്ട് ആയിട്ടുള്ള ഭഗവാൻ അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു നൃത്തം തന്നെ അവിടെ ചവിട്ടി എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ കാളിയനിൽ നിന്നും അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ഓരോരോ ശിരസുകളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള ഓരോരോ പത്തികളെയും ചവിട്ടി 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 തന്നിലേക്ക് തന്നെ ഒതുക്കി എന്ന് പറയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആ കാളിയൻ തളർന്നു. അവിടെ യഥാർത്ഥത്തില് ഒരു ശിരസും ഇപ്പൊ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി അവിടെ. അതോടുകൂടി കാളിയൻ അവിടെ ഇനി ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കാളിയന്റെ കാര്യം തീരുമെന്നുള്ളൊരു അവസ്ഥയായപ്പോഴത്തേക്കും നേരെ ആ നാഗപത്നിമാര് അവിടെ വന്ന് ഭഗവാന്റെ പാദങ്ങൾ വീണങ്ങ് നമസ്കരിക്കുന്നു. പടത്തോളം തിരുവുടലുമായിരം കടൽ വർണ്ണൻ കാട്ടീൻ നടനമാടവേ ജയ ജയ എന്നോ വിയത്തിൽ വീണെന്നും കയത്തിൽ നാഗസ്ത്രീ ജയവുമോതിനാർ. അവിടെ വന്ന് ഗംഭീരമായിട്ട് അവർ പ്രാർത്ഥിച്ചു. ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് ചെയ്യുന്നതായിട്ടുള്ള ലീലകൾക്കൊന്നും തെറ്റ് പറയാനില്ല. അങ്ങയുടെ യഥാർത്ഥമായിട്ടുള്ള അവതാരത്തിന്റെ ഉദ്ദേശം തന്നെ ധർമ്മത്തെ രക്ഷിക്കുക, അധർമ്മത്തെ ഇല്ലാണ്ടാക്കുക. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കാളിയൻ ചെയ്തതായിട്ടുള്ള ഓരോരോ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഉണ്ടായതായിട്ടുള്ള ആ അധർമ്മത്തെ ഇല്ലാണ്ടാക്കുവാനാണ് അങ്ങ് ഇവിടെ വന്നത്. പക്ഷേ എങ്കിൽ കൂടെയും അങ്ങയെ ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? അങ്ങയെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെയാണ് അല്ലെ. ഗോപികൾക്ക് പറഞ്ഞു തീർത്ത പോലെ തന്നെ ഭർത്തു ശുശ്രൂഷണം പരോധർമ്മ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് അങ്ങയെ കാണുന്നത് യഥാർത്ഥത്തില് ഈ പരബ്രഹ്മ സ്വരൂപത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിനിലൂടെയാണ് ഞങ്ങൾ കാണുന്നതെങ്കിൽ അങ്ങയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. അവിടുന്ന് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അനുഗ്രഹിക്കണമേ എന്നുള്ള രീതിയിൽ അവർ വന്ന് പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചു. അതുപോലെ തന്നെയോ ആ അങ്ങയുടെ ഈ ഒരു ക്രോധം പോലും ശരിക്കും യഥാർത്ഥത്തിൽ അനുഗ്രഹമാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിരണ്യകശിപുവിനോടാണെങ്കിലും
ശിശുപാലന്മാരോടാണെങ്കിലും ഒക്കെ യഥാർത്ഥത്തിൽ എന്താണ് ഭഗവാൻ തന്നിലേക്ക് ചേർക്കുകയാണ്, അല്ലേ? അത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന അസുരന്മാരായിട്ടുള്ളവരെയൊക്കെ നിഗ്രഹിക്കുകയാണ്. ഭഗവാനെ നിഗ്രഹിക്കാൻ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. എത്ര കണ്ട് ഭഗവാന്റെ വികാരങ്ങൾ മുഴുവൻ തന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അതുകൊണ്ടാണ് പാണ്ഡവന്മാരായാലും കൗരവന്മാരായാലും പാണ്ഡവന്മാരോടൊരു പ്രത്യേക ഒരു സ്നേഹം, കൗരവന്മാരോടൊരു പ്രത്യേക ഒരു വിദ്വേഷം. അങ്ങനെയില്ല യഥാർത്ഥത്തില്. പിന്നെ എന്താണ് ഇത് മാറ്റം വരാൻ കാരണം? എന്തുകൊണ്ടാണ് മാറ്റം വരാൻ കാരണം? എന്താണെന്ന് വെച്ചാൽ കൗരവന്മാരുടെ ഭാവത്തിന്റെ ശുദ്ധി കുറവായതുകൊണ്ട് അവർക്ക് ഭഗവാനെ വേണ്ട രീതിയിലേക്ക് അതിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ ഒരാളെ നിഗ്രഹിക്കുകയാണെങ്കിൽ, പൂതനയ്ക്ക് കൊടുത്തു മാതൃവാത്സല്യത്തിന്റെ എന്താണ് നല്ല കാളകൂട വിഷം കൊടുത്തപ്പോഴേക്കും അനുഗ്രഹിച്ചെങ്കിൽ ഭഗവാന് തേൻ കൊടുത്താൽ എന്തായിരിക്കും അതിന്റെ ഫലം? അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ പിടികിട്ടില്ല ഈ കൃഷ്ണൻ ആരാണെന്നുള്ളത്. അതാണ് സത്യം. ഇപ്പൊ ഇവിടെ കാളിയനെ നിഗ്രഹിക്കുക എന്നുള്ള ലീല യഥാർത്ഥത്തിൽ കാളിയനെ നിഗ്രഹിക്കലല്ല അവിടെ. അത് ആർക്ക് മനസ്സിലായി? യഥാർത്ഥത്തിൽ നാഗപത്നിമാർക്ക് മനസ്സിലായി. അവരോട് പാദങ്ങൾ വീണ് നമസ്കരിക്കുകയാണ് അവിടെ. എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ. എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സച്ചിദാനന്ദ രൂപമായിട്ടുള്ള അവിടുത്തെ അംശം തന്നെ അല്ലേ കാളിയൻ? ഞങ്ങൾക്കറിയാം. അവിടുത്തെ അംശം തന്നെയാണ് ഈ കാളിയൻ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള അവിടുത്തെ ഒരു നിഷ്പ്രപഞ്ചോപി അല്ലെ വിടംബയസി ഭൂതലേ, അങ്ങയുടെ ലീലകളാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അങ്ങ് അവിടുന്ന് അനുഗ്രഹിക്കണേ. അങ്ങയുടെ ഒരു പാദസ്പർശം കിട്ടുവാൻ വേണ്ട എത്രയോ യുഗങ്ങള് അല്ലെ മുനിമാര് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കൊന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. യോഗികള് ഷഡാചാര ചക്രങ്ങളിലൂടെ ബ്രഹ്മരന്ധ്രത്തിൽ നിന്നും ഭേദിക്കുവാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം ഒരു ആനന്ദം അനുഭവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആനന്ദം എത്രയോ നേരമായിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പാദസ്പർശം അല്ലെ, നമ്മൾ നേരത്തെ പാടി കീർത്തനത്തിൽ അത് തന്നെയാണ്, കൃഷ്ണപാദാംബുജം ദുഃഖവിനാശം. എല്ലാത്തിനും പദഭജനം ശ്രേയ എന്ന് പട്ടേരിപ്പാട് നമുക്കൊക്കെ പറഞ്ഞു തന്നായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ മാധുര്യം, ആനന്ദം അനുഭവിപ്പിക്കുവാൻ ഭാഗ്യവാനായിട്ടുള്ള കാളിയന്റെ ഒരു മഹത്വത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ നാഗപത്നിമാരും മനസ്സിലാക്കിയത് അവിടെ. എന്തായാലും പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു. അതിന് ശേഷം കാളിയനോട് പറഞ്ഞു, കാളിയ, ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര ഉചിതമല്ല എന്നുള്ളതല്ല, ദോഷമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയല്ല വേണ്ടത്. അതുകൊണ്ട് അവിടെ യഥാർത്ഥത്തില് ഈ കാളിയനെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു ഭാഷ അതിനെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം കാളിയന്റെ പൂർവ്വചരിത്രം ഇനി ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെയൊക്കെ ധാരണ അസുരന്മാരായാലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും ഇതൊക്കെ പുരാണ കഥാപാത്രങ്ങളെ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല അവിടെ. ഇപ്പൊ ഇവിടെ കാളിയൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെയൊക്കെ ഉള്ളിലേക്ക് പെട്ടെന്ന് അല്ലെ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ഇവരെയൊക്കെ നമ്മൾ പെട്ടെന്ന് അസുരനായിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കുക ആദ്യം തന്നെ നമ്മൾ കണ്ണടച്ച്. അത് നമ്മളുടെ ബുദ്ധിമോശമാണ് യഥാർത്ഥത്തിൽ. ആരാ ഹിരണ്യകശിപു ഹിരണ്യാക്ഷനും ഒക്കെ? ദ്വാരപാലന്മാരായിട്ടുള്ള ഭഗവാന്റെ അടുത്ത ഭക്തന്മാരായിട്ടുള്ളവരാണ് ഈ ഒരു വേഷത്തിൽ. അപ്പൊ യഥാർത്ഥത്തില് ഭഗവാൻ ഏതൊക്കെ രീതിയിൽ ആശ്രയിക്കുന്നുണ്ടോ ഭഗവാനെ, അവരുടെ ഒക്കെ എന്താണ് ഭക്തന്മാരെ ഭഗവാനെ ആശ്രയിക്കുകയുള്ളൂ. അതാദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ കാളിയൻ പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചു. കാളിയനോട് പറഞ്ഞു, കാളിയ, ഇവിടെ തൻ്റെ ഈ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള വിഷജ്വാലകളെ കൊണ്ട് ലോകത്തിന് ദോഷമാണ് സംഭവിക്കുന്നതെങ്കിൽ ഉചിതമായിട്ടുള്ള ഒരു രീതി എന്താണ്? അവിടുന്ന് മാറുക. എന്താണ് തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ധർമ്മം? എന്താണ് യഥാർത്ഥത്തില് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള ഈശ്വര സങ്കല്പത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ഭാഗവതം പറഞ്ഞു തരുന്നതായിട്ടുള്ള പരമമായിട്ടുള്ള സത്യമാണ് ഈശ്വരൻ എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. നമ്മളുടെ പ്രവർത്തികളെ കൊണ്ട് മറ്റുള്ളവർക്ക് വേദനയാവരുത്. അതായിരിക്കണം അളവുകോല്. പെരുമ്പാവൂർ കൂടിയിട്ടുള്ളവർക്കൊക്കെ അല്ലെ കുറേശ്ശെ ചിരികൾ കാണുന്നുണ്ട്. നമ്മളവിടെ ഒത്തിരി നമ്മളത് ആവർത്തിച്ച് അത് പറഞ്ഞു. ഇതാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണ് അളവുകോല്? നമ്മളുടെ ഈശ്വരൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഭാവം ശുദ്ധമാക്കുന്ന ഒരു അവസ്ഥയാണ് ഈശ്വരൻ. ഈ ശുദ്ധമാകുന്ന അവസ്ഥ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് പാദങ്ങളിൽ വീണ് നമസ്കരിക്കാം. കുട്ടികളിൽ നിന്ന് നമുക്ക് നമസ്കരിക്കാം. ഇനി അതല്ല, ഈ എന്താണ് ആന, ഗജേന്ദ്രനായിട്ടുള്ള ആനയുടെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം. വരാഹം അല്ലെ പന്നിയുടെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കണം.
അപ്പൊ നമുക്ക് ഏതൊരു സാഹചര്യങ്ങൾ നമ്മളുടെ മനസ്സിന്റെ ഭാവത്തെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈശ്വരൻ എന്നുള്ള ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ കാളിയനോടും ഈ ഒരു ധർമ്മത്തെ ആണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞോട് കാളിയനോട് പറഞ്ഞു, ഇനി അങ്ങോട്ടും പേടിക്കേണ്ട, രമണക ദ്വീപിലേക്ക് തന്നെ തിരിച്ച് എവിടുന്നാണോ നീ ഇവിടെ വന്ന് കിടന്നത് ആ രമണക ദ്വീപിലേക്ക് തന്നെ തിരിച്ച് യാത്രയായിക്കോളൂ എന്ന് പറഞ്ഞ് ആ കാളിയനെ അവിടുന്ന് പറഞ്ഞു വിടുന്ന സമയത്താണ് ചോദിക്കുന്നത്, ഈ രമണക ദ്വീപിൽ ചെന്ന് കഴിഞ്ഞാൽ ഗരുഡൻ, തൻ്റെ ശത്രുവായിട്ടുള്ള ഗരുഡൻ തന്നെ ഇനി ആക്രമിക്കുവാൻ വേണ്ടി വരും. ഗരുഡനെ പേടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് കിടന്നത്. ചോദിച്ചപ്പോഴാണ് എന്താണ് അങ്ങനെ ഒരു സംഭവം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഗരുഡൻ ഇനി ഒരിക്കലും അവിടത്തേക്ക് എന്താണ് അങ്ങയെ ഒരിക്കലും ഒരു ശത്രുവായിട്ട് കാണാൻ സാധിക്കില്ല ഗരുഡന്. കാരണം എന്താണ്, അങ്ങയുടെ ഓരോ പത്തിയുടെ മുകളിലും വജ്രാങ്കുശ ധ്വജ സരോരുഹ ലാഞ്ചനാഢ്യം, അല്ലെ, വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം തുടങ്ങിയതായിട്ടുള്ള 4 പാദചിഹ്നങ്ങളോട് കൂടിയതായിട്ടുള്ള മുദ്ര ഇപ്പൊ അവിടെ അങ്ങയുടെ ശിരസുകളിലൊക്കെ പതിഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ ഗരുഡനെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ നമസ്കരിക്കുക എന്നുള്ളതല്ലാതെ ഇനി വേറെ ഒരു ഭാവവും അവിടെ ഗരുഡൻ ഉണ്ടാവുകയില്ല. അവിടെ എന്തേ അതങ്ങനെ അതിലേക്ക് എത്താൻ സാധിച്ചത്? ഇന്ന് അങ്ങയുടെ ഉള്ളിലുള്ള എല്ലാ വിഷത്തെയും ഞാൻ എല്ലാം പുറത്തേക്ക് മാലിന്യങ്ങളെയൊക്കെ മാറ്റി ശുദ്ധഭാവത്തിലേക്ക് അങ്ങ് എത്തിയപ്പോൾ ആ ഒരു സജ്ജനമായിട്ട് ഒരു ഭക്തനായിക്കൊണ്ട് ഇന്ന് കാളിയൻ എത്തിയിട്ടുണ്ടെങ്കിൽ, ഹേ കാളിയ, അങ്ങേ ഇനി ഗരുഡൻ കണ്ടു കഴിഞ്ഞാൽ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയുണ്ടാവുകയുള്ളൂ. അങ്ങയുടെ എന്താണ് ഈ ശിരസില് എന്താണ് ശിരസില് ഈ ഒരു അടയാളം വന്നു എന്നതിന്റെ താത്വികമായിട്ടുള്ള രീതി പറഞ്ഞ എന്താണ് ശരിക്കും യഥാർത്ഥത്തില്? ശിരസ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക്? ശിരസ് എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാർ വേണം, അല്ലെ? അപ്പം അങ്ങയുടെ ശിരസില് ആൾക്കാർ താമസമായി അങ്ങ് യഥാർത്ഥമായിട്ടുള്ള ഈശ്വര വിശ്വാസം തൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു ബോധത്തിലേക്ക് ഗരുഡന് ഉയരാൻ സാധിക്കുന്നതോടെ ഗരുഡൻ ഇനി അങ്ങയെ കണ്ടു ശത്രുവായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എന്തേ പറ്റാത്തത്? അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചോളുക, ഈ കാളിയന്റെ ഉള്ളിലുള്ള വിഷവീര്യങ്ങളെയൊക്കെ അഹം മമാഭിമാനോദ്ധൈ കാമലോഭാതിഭിർമലൈഹി, കപിലൻ പറയുന്നത് പോലെയുള്ള തൻ്റെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റി ശുദ്ധഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ അജാത ശത്രുവായിട്ട് തന്നെ നമുക്ക് എത്താൻ സാധിക്കും. എന്താണ് അജാത ശത്രു? ശത്രുക്കൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും, അല്ലെ? കാപിലത്തിലൊക്കെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട് സജ്ജനങ്ങളുടെ ലക്ഷണം. ഈ ഒരു സജ്ജനം നമുക്ക് ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ധരിക്കുന്നത് നമ്മൾ പലരെയും നമ്മൾ ശത്രുക്കളായിട്ട് കാണുന്നു എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു അവസ്ഥയിലേക്ക് വെച്ചോളൂ. ഈ അയാളുടെ കുഴപ്പമാണോ, വസ്തുവിന്റെ കുഴപ്പമാണോ അത്? നമ്മളുടെ മനോഭാവത്തിന്റെ അല്ലെ ദോഷമാണ്. അപ്പൊ നമ്മളുടെ മനോഭാവം മുഴുവൻ എന്തായി? ഇതെല്ലാം നമ്മൾ മാറ്റുന്നു. ഈ ഭാവം മുഴുവൻ മാറ്റി നമ്മൾ ശുദ്ധഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായി? അവിടെ നമുക്ക് എല്ലാവരെയും നമുക്ക് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു, എല്ലാവരെയും നമ്മുടെ മനസ്സിനോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് കാളിയ ഇനി ഒട്ടും പേടിക്കണ്ട. അവിടെ രമണകത്തിലേക്ക് ചെന്നാലും ഇനി എവിടെ ചെന്നാലും ഗരുഡൻ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ നമസ്കരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. ഇതാണ് കാളിയ മർദ്ദനം കൊണ്ട് നമ്മളെ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുള്ള താത്വികമായിട്ടുള്ള വശത്തിലേക്ക് നമ്മുടെ കൂടെ ചെയ്യുക. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ കാളിയന്റെ ഉള്ളിലുള്ള വിഷാംശങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരിക, ഇത് നമ്മൾ ഓരോ ഭാവത്തിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമാമി ഗംഗ എന്നുള്ള ഗംഗാ ഭഗവതിയുടെ നമ്മളിപ്പോൾ ഒരു പുതിയൊരു പ്രോജക്റ്റൊക്കെ ഇപ്പൊ പുതിയ ഒരു ഇത് വന്നതുപോലെ തന്നെ നമുക്ക് ഈ നദികൾ മുഴുവൻ നമ്മളുടെ അമ്മമാരാണ് യഥാർത്ഥത്തിൽ, അല്ലേ? 2ാമത്തെ സ്ഥാനമാണ് ശരിക്കും യമുന. ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. തീർത്ഥീകരിക്കുന്നത് എന്താ? ഈ തീർത്ഥീകരിക്കുക എന്ന് പറഞ്ഞാൽ, തീർത്ഥീകരിക്കുക എന്ന് പറഞ്ഞാലൊക്കെ തന്നെ മനുഷ്യന്റെ ഭാവം, മനുഷ്യന്റെ ശുദ്ധഭാവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പുറമേയുള്ള ശുദ്ധീകരണം ഒക്കെ എന്തിനു വേണ്ടിയാണ്? ആന്തരികമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഭക്തിയിലേക്ക് എത്തിച്ചേരുക. ഇപ്പോഴും നമ്മൾ ആ ഭക്തി എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് വിട്ടുപോകരുത്. ഭാഗവതം കാണിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ മനസ്സ് ശുദ്ധമാകുക, എല്ലാവരെയും നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കുക. എങ്ങനെ ഈ ഒരുപോലെ കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഹം മമ എന്നുള്ള ഒരു ഭാവം മുഴുവൻ നമ്മുടെ ഉള്ളിലുള്ള ഷഡ്വൈരികളെ മുഴുവൻ നമുക്ക് മാറ്റണം. മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ എങ്ങോട്ട് വരണം? നേരത്തെ പറഞ്ഞ പോലെ ആ കൃഷ്ണാൽപരം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയാൽ മതി. ക്രോധമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, പുച്ഛമായിക്കോട്ടെ, ഇതൊക്കെ ഈശ്വരനോടായിക്കോട്ടെ. ആ ശത്രുവിനെ ഈശ്വരനായിക്കൊണ്ട് നമുക്ക് പുച്ഛിച്ചോളൂ, ക്രോധത്തോടുകൂടി ചെയ്തോളൂ. ഈ വികാരങ്ങൾ മുഴുവൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഈ വിഭക്തികൾ 7 വികാരങ്ങളും
അത് ഈശ്വരനിലേക്ക് നമുക്ക് കണക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ഒരു ഭക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഭക്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ ഒരു ദുഃഖവും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ ദുഃഖത്തിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മളുടെ ശത്രുക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ എന്താണ്? നമ്മളുടെ കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ്. നമ്മുടെ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുമ്പോഴേയും നമ്മളുടെ ഭാവമാണത്. അവിടെ നമുക്ക് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇതാണ് ഭാഗവതം ഓരോ പ്രകടനങ്ങളിലൂടെ ഉറപ്പിക്കുന്ന അവിടെയാണ്. ഇന്നിപ്പോൾ നമ്മളുടെ പല യുക്തി ചിന്തകളിലൂടെയും പലരും അല്ലെ ഇന്ന് യുക്തിവാദികളായിട്ടുള്ളവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നത്. എന്തേ മാറ്റി നിർത്തുന്നത്? അവരല്ല അല്ല എന്ന് പറയുന്നില്ല അവിടെ. അല്ല അല്ല എന്ന് പറയുന്നത് എന്തിനാ അവിടെ കേന്ദ്രീകരിക്കുന്നത്? ഈശ്വരനെ അവിടെ കേന്ദ്രീകരിക്കുന്നത്. നമ്മളെക്കാളും കൂടുതൽ ചിന്തിക്കുന്ന അവരാ. അപ്പൊ പിന്നെ നമ്മൾ അവരെന്തിനു മാറ്റുന്നു? രാവണനും അല്ലെ മന്ദരയും ഇല്ലെങ്കിൽ രാമായണം ഉണ്ടോ? ഇല്ല. ഈ ഒരു മനോഭാവത്തെ നമ്മൾക്ക് തുറന്ന് വിശ്വസിച്ച് ഉറപ്പിച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം എന്നുള്ള ഒരവസ്ഥ നമുക്ക് കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ 18ാമത് ഈ ഒരു ഭാഗവതം എന്നുള്ളൊരു പുരാണം ഇവിടെ രചിച്ചതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോഴാണ് തൃപ്തി ഉണ്ടായത് വേദവ്യാസ മഹർഷിക്ക്. അപ്പൊ നമുക്കും അതിലേക്ക് എത്തണമെങ്കിൽ ഭാഗവതത്തിന്റെ പരമമായിട്ടുള്ള ഈ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം എന്നർത്ഥം. കഥകൾക്കപ്പുറം ഈ ഒരു താത്വികമായിട്ടുള്ള വശം, ഈ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. നമുക്ക് അനുഭൂതി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യൂട്യൂബുകളായിട്ടും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും ഒക്കെ നമുക്ക് ഭാഗവതം കേൾക്കാൻ സാധിക്കും ഇല്ലേ? ഈ നട്ടുച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ വന്ന് അല്ലേ തിരുമേനി പറഞ്ഞു എല്ലാവരും ഉറങ്ങുകയെന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പലരും ഇങ്ങനെ മിഴിച്ച് ഇരിക്കുക. ഇങ്ങനെ ഇനി തിരുമേനി എന്തെങ്കിലും പറഞ്ഞാലോ? അപ്പൊ എന്തായി? ശരിക്കും അതൊന്നും അല്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സ് അറിയാതെ ഈ ഒരു അനുഭൂതിയിലേക്ക് എത്തിവരുന്നു. നമുക്ക് നമ്മളുടെ മറ്റുള്ളവരോടുള്ള നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കും അല്ലേ? ഗുരുവായൂർ എന്നുള്ള ഒരു ബോർഡ് കണ്ടാൽ മതി അല്ല, വൃന്ദാവനം എന്നുള്ളൊരു വാക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. എന്ന പോലെ നമുക്ക് ആ ഒരു വിശ്വാസം നമുക്ക് പൂർണ്ണമായിട്ടുള്ള സമയത്ത് നമുക്കുണ്ടാവണം. ക്ഷേത്ര അന്തരീക്ഷങ്ങളിലോ സത്സംഗങ്ങളിലോ മാത്രമല്ലാതെ ഈ ഭക്തിയും ഭഗവാനും ഒക്കെ സദാസമയവും നമുക്ക് നമ്മളുടെ കൂടെ തന്നെ നമുക്ക് നിർത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഈ സമാധാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് എന്ന് ആ കാളിയമർദ്ദനം എന്നുള്ളൊരു കഥയിലൂടെ നമുക്കതാ കാണിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ഭാവത്തിലേക്കൊക്കെ എല്ലാവർക്കും ഭാഗവതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കഥാതന്തു അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള താത്വികമായിട്ടുള്ളൊരു വശങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുനാഥൻ്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് പ്രയോജനമായിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി അത് കാരണമാകുന്നുണ്ടെങ്കിൽ ആ ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹം, അച്ഛനമ്മമാരുടെ അനുഗ്രഹം, അതുപോലെ തന്നെ ഇതുപോലെ ശ്രവിച്ചിട്ടുള്ള സജ്ജനങ്ങളുടെ ഒക്കെ ആ പരമപ്രേമം, സ്നേഹം, കാപട്യമില്ലാത്തതായിട്ടുള്ള ഒരു സ്നേഹം, ആ ഒരു സ്നേഹം കൊണ്ടാണെങ്കിൽ എല്ലാവരുടെയും പാദങ്ങളിൽ പൂജാപുഷ്പങ്ങളായിക്കൊണ്ട് ആ ഭാഗവതം കാണിച്ചു തരുന്നതായിട്ടുള്ള സത്യസ്വരൂപന്മാരായിക്കൊണ്ട് എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു.